അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. നാം സ്ത്രീകൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ബോൾഡ് ആകേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. ബോൾഡ് ആവുക എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കുക എന്നോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുക എന്നോ എതിർത്ത് സംസാരിക്കുക എന്നോ ഒന്നും അർത്ഥമില്ല. മറിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കാര്യങ്ങളിലെങ്കിലും ബോൾഡ്നെസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇക്കാലത്ത് എല്ലാവരും ബിസിയാണ്. ഈ ബിസി ലൈഫിൽ നാം ബോൾഡ് ആവുന്നത് നമ്മുടെ കൂടെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. മാത്രവുമല്ല, നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും. ഭർത്താവിൻ്റെ പിടിപ്പേട് കൊണ്ടോ അല്ലെ മരണം കൊണ്ടോ ഒക്കെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ ബോൾഡ് ആവേണ്ടത് അനിവാര്യമാണ്. പിന്നൊരു കാര്യം, ബോൾഡ് ആണ് എന്ന് പറയുന്നവർ ഒരിക്കലും ഒന്നിനെയും പേടിയില്ലാത്തവരല്ല. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളോടുള്ള പേടിയെ മറികടന്നവരാണ്. വീട്ടമ്മമാരായ നാം എങ്ങനെയാണ് ജീവിതത്തിൽ ബോൾഡ് ആവേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനായി നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശീലിക്കുക. എപ്പോഴും മറ്റുള്ളവരുടെ സഹായം തേടുന്നത് നിർത്തുക. അതായത് ചിലരുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കാര്യം തന്നെ പറയാം. മുമ്പ് എവിടെ പോകണമെങ്കിലും എനിക്ക് കൂട്ടിനൊരാൾ വേണമായിരുന്നു. ഒന്ന് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും, എനിക്കെന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിലും, അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോകാനാണെങ്കിലും, എന്തിനേറെ പറയുന്നു, തൊട്ടടുത്ത കടയിൽ നിന്നൊരു സോപ്പ് വാങ്ങണമെങ്കിൽ പോലും എനിക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായിരുന്നു. അന്നൊക്കെ ആരും കൂടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒരു കണക്കിന് അത് നല്ലൊരു കാര്യമാണ്. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആർക്ക് വേണ്ടി നാം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. മറ്റുള്ളവരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ പുതുതായി അറിയാനും അനുഭവിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബോൾഡ് ആയാൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്. ഇനി രണ്ടാമത്തെ കാര്യം, അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് ചുറ്റും നടക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടെങ്കിലും നമുക്ക് അറിവുണ്ടാവണം. നാം സ്ഥിരം ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വില പോലും അറിയാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ആവാതിരിക്കുക. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊരറിവുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായി കൂടി ഷെയർ ചെയ്യുക. ഇത് നാം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് തിരിച്ചറിയാൻ സഹായിക്കും. അതുപോലെ പുതിയ അപ്ഡേഷൻസ്, അതിനെപ്പറ്റിയും ഗഹനമായി പഠിച്ചില്ലെങ്കിലും എന്തിനാണ് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുക. എവിടെയും താണു പോവാതിരിക്കാൻ ഈ അറിവുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. മൂന്നാമത്തെ കാര്യം, വ്യക്തമായ അഭിപ്രായം ഉണ്ടാവുക. അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, 3 പേർ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ഒന്നാമത്തെ ആൾ പറയുന്ന അഭിപ്രായത്തോട് ആദ്യം യോജിക്കും. പിന്നീട് രണ്ടാമൻ പറയുമ്പോൾ അതാണ് ഒന്നുകൂടി ശരി എന്ന രീതിയിൽ പറയും. ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത അഭിപ്രായമായിരിക്കും അവർക്ക്. അതുപോലെ ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായ അറിവില്ലെങ്കിലും എനിക്കറിയാം എന്ന ഭാവത്തിൽ അബദ്ധങ്ങളൊന്നും പറയാതിരിക്കുക. 4. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും സത്യസന്ധതയും ഉണ്ടായിരിക്കുക. നാം മറ്റൊരാളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്തോ തെറ്റ് തിരുത്തി കൊടുക്കുന്ന സമയത്തോ വ്യക്തമായും സത്യസന്ധമായും സംസാരിക്കുക. അത് നാം പറയുന്ന കാര്യം അയാൾക്ക് മനസ്സിലാക്കാനും നമ്മിൽ വിശ്വാസമുണ്ടാക്കാനും ഇടയാക്കും. ഇത് മുതിർന്നവരോട് മാത്രമല്ല, കുഞ്ഞുങ്ങളോടും വ്യക്തമായി അവർ ശ്രദ്ധിക്കുന്ന ടോണിൽ പറയുക. അവർക്ക് അത് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. 5. നെഗറ്റീവ്സിനെ ഒഴിവാക്കുക. പോസിറ്റീവായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ മുൻതൂക്കം നൽകുക. നമ്മെ തളർത്തിക്കളയുന്ന ചിലരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വേർഡ്സിനെയും പ്രവൃത്തികളെയും അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളും ഒരു നെഗറ്റീവ് പേഴ്സൺ ആവാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം പോസിറ്റീവാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം, ഏഷണി, കളവ് ഇതൊക്കെ പറയുന്നത് നിർത്തുക. 6. കാര്യം, നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുക. നാം ബോൾഡ് ആവുന്നത് ഒരിക്കലും മറ്റൊരാളിനോടുള്ള വാശിക്കോ പകരം വീട്ടലിനോ വേണ്ടി ആവരുത്. മറിച്ച് നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടായിരിക്കണം. ഡേ ബൈ ഡേ നമ്മുടെ വാല്യൂ നാം ഉയർത്തണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 7. കാര്യം, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാത്തതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഇല്ലാത്തവർ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുക. വണ്ടി ഉള്ളവരാണെങ്കിൽ ഓടിക്കാൻ അറിയാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടുമുറ്റത്തെങ്കിലും ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ ഒരുപാട് കിട്ടും. അപ്പോൾ അത് നോക്കി കാര്യങ്ങൾ ആദ്യം പഠിക്കുക. ഒരു കാര്യം നാം ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിനുള്ള വഴി നമ്മുടെ മുന്നിലേക്ക് റബ്ബ് കൊണ്ടുവരും. അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ധൈര്യത്തെ വെക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ. അതുപോലെ ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.